നമ്മളെ ഈ അടുത്ത് വിളിച്ചൊരു NRI സുഹൃത്ത് പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ NRI സേവിങ്സിൽ നിന്ന് 1.5 കോടി രൂപ എടുത്തിട്ടാണ് ഒരു വീട് പണിതത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് 10-15 ലക്ഷം രൂപ എടുക്കാൻ ഇല്ല എന്നുള്ളതാണ്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ്. 2024 അവസാനിക്കാനായിട്ട് പോവുകയാണ് അല്ലെ. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് 2024 നമ്മുടെ ആളുകള് പണം നഷ്ടപ്പെടുത്തിയിട്ടുള്ള 12 കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന 12 കാരണങ്ങൾ കൊണ്ട് ആളുകൾ പല ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അറിയാത്ത ബിസിനസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾക്ക് അറിവോ എക്സ്പീരിയൻസോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ ബിസിനസ് നടത്താതിരിക്കുകയാണ് നല്ലത്. ഇപ്പൊ നിങ്ങൾ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ മാനേജറായിട്ടോ ഒക്കെ വർക്ക് ചെയ്ത ഒരാൾക്ക് ഒരു റെസ്റ്റോറന്റ് ബിസിനസ് ചിലപ്പോൾ നടത്താനായിട്ട് സാധിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ഒരു IT കാരനാണ്, നാളെ പോയി റെസ്റ്റോറന്റ് ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അറിയാത്ത ബിസിനസ് ചെയ്ത് പണം പോയിട്ടുള്ള ധാരാളം ആൾക്കാരുടെ കഥകൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും കേൾക്കുകയുണ്ടായി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ക്ലാസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത അവസ്ഥ. മെഡിക്കൽ ചെലവുകൾ ഓരോ വർഷം കഴിയുന്തോറും 10-20% വർദ്ധിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇപ്പോ എത്ര വലിയ സേവിങ്സ് ഉള്ള ഒരാളായാലും അദ്ദേഹത്തിന്റെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ തവിട് പൊടിയാവാനായിട്ട് വലിയ താമസമൊന്നുമില്ല. ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് 30-35 ലക്ഷം ഒക്കെ ചാർജ് ചെയ്യുന്ന ഒരു നാടാണ്. അപ്പോൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ ആളുകള് ലാൻഡ് അസറ്റുകൾ ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് പണം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. ഏകദേശം ഒരു 5-10 വർഷം മുൻപൊക്കെ ലാൻഡിന് വളരെ അധികം ഡിമാൻഡ് ഉണ്ടായിരുന്ന സമയമായിരുന്നു അല്ലെ. റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്ന സമയമായിരുന്നു. അങ്ങനെ ലാൻഡുകൾ വാങ്ങിയിടുക, സ്ഥലങ്ങൾ വാങ്ങിയിടുക, ഷോപ്പുകൾ വാങ്ങിയിടുക ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ധാരാളമായിട്ട് 2024 ബുദ്ധിമുട്ടിയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ 1 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മിനിമം 5% എങ്കിലും ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഇയർലി 5 ലക്ഷം രൂപയെങ്കിലും അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം. അതായത് 1 കോടി രൂപയുടെ ഒരു കടമുറികൾ പണിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 40,000 രൂപയെങ്കിലും വാടക കിട്ടുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ആയിരിക്കണം. അല്ലെങ്കിൽ ഇവഞ്ച്വലി നിങ്ങൾക്കത് നഷ്ടത്തിലേക്ക് വരുള്ളൂ. നാലാമത്തേത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വലിയ വീടുകൾ വളരെയധികം പണം മുടക്കി വെച്ചിട്ടുള്ള ആളുകളാണ്. നമ്മളെ ഈ അടുത്ത് വിളിച്ചൊരു NRI സുഹൃത്ത് പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ NRI സേവിങ്സിൽ നിന്ന് 1.5 കോടി രൂപ എടുത്തിട്ടാണ് ഒരു വീട് പണിതത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് 10-15 ലക്ഷം രൂപ എടുക്കാൻ ഇല്ല എന്നുള്ളതാണ്. അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് അറിയാനായിട്ടാണ് നമ്മൾ വിളിച്ചത്. അപ്പോ നമ്മുടെ സേവിങ്സ് മൊത്തത്തിൽ ഉപയോഗിച്ച് വലിയ വീടുകളോ വലിയ അസറ്റുകളോ ഉണ്ടാക്കുന്നുണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ബാങ്കുകളും ഏജന്റുമാരും ഒക്കെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റുകളും സർവീസുകളും നമ്മളോട് എടുപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത ഒരു പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് പോളിസികളും അതുപോലെ മറ്റുള്ള ഫിക്സഡ് ഇൻകം പ്ലാനുകളും ഒക്കെ നമ്മൾക്ക് പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ബാങ്ക് ഏജന്റുമാരും അല്ലെങ്കിൽ പുറമേയുള്ള ഇൻഷുറൻസ് ഏജന്റുമാരും ഒക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള കമ്മീഷൻ കിട്ടാനായിട്ട്. നമ്മളെപ്പോഴും ഒരു ഇൻഷുറൻസോ അല്ലെങ്കിൽ മറ്റുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് യോജിക്കുന്നതാണ് എന്നറിഞ്ഞുകൊണ്ടാണ്. റിട്ടയർ ആവുന്നതിന് 1 വർഷം മുൻപ് വരെ അതിനെപ്പറ്റി ചിന്തിക്കാതെ ലാസ്റ്റ് റിട്ടയർ ആവുന്ന ആ ഒരു മൊമെന്റിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളം നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ റിട്ടയർമെന്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ജോലി തുടങ്ങുന്ന സമയത്ത് തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മൾ അതിനുള്ള സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ തുടക്കത്തിലേ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടിങ്ങിന്റെ ഒരു
മാജിക് ഓഫ് കോമ്പൗണ്ടിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് വെച്ച് നമ്മൾ ചിന്തിക്കുന്നതിലും ഉയർന്നൊരു തുക നമ്മൾക്ക് റിട്ടയർമെന്റ് കോർപ്പസ് ആക്കി ഉണ്ടാക്കാൻ സാധിക്കും. സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ഡിലേ വരുത്തുന്ന ആളുകളെയാണ് നമ്മളുടെ അടുത്ത് കൂടുതലും കോണ്ടാക്ട് ചെയ്യാറുള്ളത്. അതായത് അവരൊക്കെ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ സേവ് ചെയ്യാനായിട്ട് കാര്യമായിട്ടുള്ള എമൗണ്ട് ഒന്നുമില്ല, കാര്യമായിട്ടുള്ള എമൗണ്ട് വന്നിട്ട് സേവ് ചെയ്യാമെന്ന് വരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ വളരെ മണ്ടത്തരാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഒരു സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റോ വേണ്ടത് പണം കുറവുള്ള ആളുകളാണ് അതിനുവേണ്ടി പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. അല്ലാതെ കൂടുതൽ പണമുള്ള ആളുകൾക്കല്ല സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റും ആദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 10,000 രൂപ മാത്രമേ ഉള്ളൂ വരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു 2,000 രൂപ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റോ സേവിങ്സോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇനി റിട്ടയർ ആവാൻ ഒരു 5 വർഷമുണ്ട്, എനിക്കൊരു 10 കോടി രൂപ ഉണ്ടാക്കണം, എനിക്ക് ആകെ മാസം സേവ് ചെയ്യാൻ പറ്റുന്ന 1 ലക്ഷം രൂപയായിരിക്കും, പക്ഷെ അടുത്തൊരു 5 വർഷം കൊണ്ട് ഈ 1 ലക്ഷം രൂപ വെച്ച് മന്ത്ലി സേവ് ചെയ്തുകൊണ്ട് 10 കോടി രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മണ്ടത്തരാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു 30 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെലവുകൾ ചിലപ്പോൾ ഇപ്പോൾ 10,000 രൂപ മാസ ചെലവ് ഉള്ള ഒരാൾക്ക് 30 വർഷം കൊണ്ട് എന്തുമാത്രം ചെലവാകും എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള കണക്കില്ലാത്ത ആളുകളുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇപ്പോൾ 10,000 രൂപ ചെലവുള്ള ഒരാള് ഒരു 30 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മാസ ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000 മുതൽ 60,000 വരെ ആവാനുള്ള സാധ്യതയാണുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആളുകൾ ചിലപ്പോ ഈ 10,000 രൂപ തന്നെ മതിയാവും അടുത്തൊരു 10-20 വർഷത്തിന് ശേഷവും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സേവ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ തെറ്റ് വരുത്തുന്ന ആളുകളാണ് നമ്മൾക്ക് ഒരു ചെറിയ കാലയളവ് കൊണ്ട് വലിയ എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള തെറ്റായിട്ടുള്ള എക്സ്പെക്ടേഷൻ വെച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് രണ്ടും തെറ്റ് വരുത്തുന്നതാണ്. അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് മലയാളികളിൽ കൂടുതലും. അതായത് 1 ലക്ഷം രൂപ വരുമാനമുള്ള ആളുടെ കയ്യിൽ 35 ലക്ഷം രൂപയുടെ വണ്ടിയൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ വാങ്ങാനൊക്കെ സാധിക്കും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനായിട്ട് ബുദ്ധിമുട്ടാണ്. അത്തരത്തില് കുറെ ആളുകൾ നമ്മളെയും വിളിക്കാറുണ്ട്. അതായത് ഞാൻ ഒരു BMW വാങ്ങി, അത് ഒരു ആരംഭശൂരത്വം എന്നുള്ള രീതിയിൽ BMW വാങ്ങി, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളുടെ കയ്യിൽ പണം കാണുന്നില്ല. അല്ലെങ്കിൽ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ബെൻസ് വാങ്ങി, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനായിട്ട് തന്നെ എനിക്ക് ഒരു സ്വിഫ്റ്റ് 1 വർഷം കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പൈസ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോഴും മുൻകൂറായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ കാര്യത്തിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഒരു സാധനം വാങ്ങുന്നത് മാത്രമല്ല, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ചെലവുകൾ വരും. അപ്പോൾ ആ ചെലവുകളും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടാൻ. ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ഒരു സ്വിഫ്റ്റ് കാറിനുള്ളതിന്റെ 100 മടങ്ങൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു BMW ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്ന ആളുകളും ഈ 2024 ഉണ്ടായിരുന്നു. അതായത് ഓവർ അഗ്രസീവ്, നമ്മൾക്ക് സാധിക്കുന്നതിലും കൂടുതൽ ഒരു അഗ്രസീവായിട്ട് സേവ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് കരുതുന്ന ആളുകൾ. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2024 തുടക്കത്തില് ഡിഫൻസ് മ്യൂച്വൽ ഫണ്ടുകൾ, അതുപോലെ ഡിഫൻസ് ഓഹരികളിലൊക്കെ കണ്ണു അടച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ആളുകൾ നമ്മൾക്ക് അയച്ചു തരുമ്പോൾ ഇത് വേണ്ട, ഇത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും ചിന്തിക്കാതെ അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിട്ടുള്ള ആളുകളും ഉണ്ട്. അതായത് സ്മോൾ ക്യാപ്പ് ഓഹരികളായാലും സെക്ടറൽ ആയിട്ടുള്ള ഓഹരികളൊക്കെ ആയാലും നമ്മൾക്ക് ഒരു ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക. അതല്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ള ബെറ്റുകൾ വെക്കുന്നത് വളരെ വലിയ മണ്ടത്തരാണ്. ധാരാളം ആളുകൾ പൈസ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ്. അടുത്ത ഒരു സെറ്റ് ഓഫ് ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ചെറിയ ചെറിയ തുകകൾ നഷ്ടപ്പെടുന്നത് കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും വലിയ തുകകൾ നഷ്ടപ്പെടുന്നതിനെ പറ്റി കാര്യമായിട്ട് ബോധർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മളിപ്പോ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സാധനം വാങ്ങുന്നതിന് 15 രൂപ എന്നുള്ളത് 10 രൂപയായിട്ട് കുറയ്ക്കാൻ അവർ ചിലപ്പോൾ കഷ്ടപ്പെടും. പക്ഷെ അതേസമയം തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു സാധനം
9 ലക്ഷത്തിനും ബാർഗെയിൻ ചെയ്ത് വാങ്ങാനായിട്ട് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ഫിനാൻഷ്യലി രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. അങ്ങനെയുള്ള ആളുകൾ ധാരാളം നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് എന്ത് സാധനം വാങ്ങുകയോ അല്ലെങ്കിൽ നമ്മൾ എന്ത് സർവീസ് എടുക്കുകയോ ചെയ്യുമ്പോൾ നമുക്കത് എന്തുമാത്രം ബെനിഫിറ്റ് തരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഗുണദോഷങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത്തരക്കാരോട് പറയാറുള്ളത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളുടെ ആളുകൾ വരുത്തുന്ന തെറ്റുകൾ. അങ്ങനെ നിങ്ങളും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുവാനും ഷെയർ ചെയ്യാനും മറക്കരുത്.